ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഞാനും ഏട്ടനും മോളും കൂടിയാണ് പോകുന്നത് കേട്ടോ. എവിടേക്കെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നടന്നു പോയാൽ മതി, ഒരു 2 അടി നടന്നാൽ മതി കേട്ടോ. അവിടെയാണ് അനിയത്തിയുടെ വീട്. അപ്പോൾ അതാ നമ്മൾ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ കോലൊക്കെ ഇട്ടിട്ട് വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് ഉമ്മറൊക്കെ നല്ല അടിപൊളിയായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അൻവിക്കുട്ടി ഇതാ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതാ കുഞ്ഞ് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇതാ പിന്നെ അടുത്ത കേക്ക് കട്ടിങ്ങിന് റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അൻവിക്കുട്ടി ടേൺസ് 1 എന്നൊക്കെ എഴുതി. പിന്നെ കുറേ നമ്മുടെ ലാവൻഡർ ആണ് കേട്ടോ. എല്ലാവരും അല്ല, നമ്മൾ കുറച്ച് പേര് എല്ലാവരും ലാവൻഡർ കളറാണ് കേട്ടോ ഇട്ടത്. ആ കളറുള്ളവരൊക്കെ അതന്നെ ഇടണം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് പിന്നെ ഷോള് മാത്രം ലാവൻഡർ, ഞാൻ പിന്നെ സാരി കേട്ടോ. സാരിയും അതിൻ്റെ ഏകദേശം കളറുള്ളത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കൊടുത്തത് കേട്ടോ. പിന്നെ അത് അനിയത്തി, ഇത് അമ്മായിയാണ്. പിന്നെ അതാ കുഞ്ഞുപെണ്ണ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ആരുടെ അടുത്തും വന്നില്ല കേട്ടോ. അന്നത്തെ ദിവസം അനിയത്തിയുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ആരെയും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ കുറേ നേരം സമാധാനിപ്പിച്ചത് ആ ബെഡിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം കളിയായിരുന്നു കേട്ടോ. പക്ഷെ ആരിനെയും കൊണ്ടും എടുക്കാൻ സമ്മതിച്ചില്ല. ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴേ ആകെ ടെൻഷനായി കുട്ടി. ആരുടെ അടുത്തും വന്നില്ല കേട്ടോ. പിന്നെ അനിയത്തി തന്നെയായിരുന്നു കേട്ടോ ഫുൾ ടൈം എടുത്തുകൊണ്ടിരുന്നത്. വൈകുന്നേരം വരെ അവൾ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നത് കേട്ടോ. പിന്നെ അവൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് ഇഡ്ഡലി എന്തോ കൊടുക്കുകയായിരുന്നു കേട്ടോ കുട്ടിക്ക്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സ്. ലാവൻഡർ കളറിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇതിട്ടിട്ട് ഒറ്റയ്ക്കൊക്കെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോളാണെങ്കിൽ സമ്മതിച്ചില്ല കേട്ടോ. അനിയത്തിയുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ബർത്ത്ഡേ തുടങ്ങിയപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയപ്പോൾ ഇത് അതിന് മുമ്പുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അത് അപ്പൂസുണ്ട്, പിന്നെ അതാ ഞാനിതാ ചെറിയച്ഛനാണ് കേട്ടോ, ചെറിയച്ഛൻ. പിന്നെ അത് അപ്പുറത്തിരിക്കുന്നത് ചെറിയമ്മയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. പിന്നെ അത് ഏട്ടനും ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് പേരിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള കുറച്ച് പേര് അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ ഫ്രണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ. അതാണ്. അപ്പോൾ നമ്മൾ അവർ ചോദിച്ചപ്പോൾ എടുത്തോളൂ പറഞ്ഞിട്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തോളൂ പറഞ്ഞു. പിന്നെ അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇതാ അവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് അനിയത്തിയുടെ ഫ്രണ്ടാണ് കേട്ടോ, ഫോട്ടോഗ്രാഫർ നീരജാണ് കേട്ടോ. അപ്പോൾ അവനാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു തരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു തരും കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ജിഷയുടെ കല്യാണത്തിന്, അനിയത്തിയുടെ കല്യാണത്തിന് അവൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ, കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ കുഞ്ഞുപെണ്ണിന് ഇട്ട് കൊടുത്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുക്കാനായിട്ട്. കുറേ നേരം കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വല്യമ്മയുടെ മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കേക്ക് കൊണ്ടുവന്നു കേട്ടോ. കേക്ക് കൊണ്ടുവന്നിട്ട് കേക്ക് അവർ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. വിചാരിച്ച പോലെ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൂസിൻ്റെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തത്. ഇത് വന്നിട്ട് അനിയനാണ് കേട്ടോ, അനിയനാണ്. പിന്നെ ഇതാ നമ്മുടെ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ബാർബിയുടെ ഒരു മോഡലിലാണ് കേട്ടോ കേക്കൊക്കെ സെലക്ട് ചെയ്തിരിക്കണേ. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. പിന്നെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണു. പിന്നെ അനിയത്തിയുടെ ഓഫീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് വന്നിട്ട് സദ്യയാണ് കേട്ടോ. നോണൊന്നല്ല, സദ്യയായിരുന്നു. സദ്യ ഏൽപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ പായസം, പിന്നെ പാലട പായസമൊക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് കുഞ്ഞുപെണ്ണ് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത്രയും നേരം ആൾ സൈലൻ്റ് ഒന്നും അല്ല കേട്ടോ. ഇടയിലൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഒരാളിനെ എടുക്കാൻ വിട്ടിട്ടില്ല കേട്ടോ.
അങ്ങനെയൊക്കെ ആയി. അപ്പം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കുഞ്ഞുപെണ്ണിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതാ കുഞ്ഞുപെണ്ണിന് കേക്കൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. മോളാണ് ഇതാ അനു ചുരിദാറൊക്കെ വിട്ടപ്പോൾ വലിയ കുട്ടീനെ പോലെ ആയിട്ടോ. നോക്കിയില്ലേ, അവളെപ്പോഴും ചുരിദാർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇടണേ. അതുകൊണ്ട് തന്നെ വലിയ കുട്ടീനെ പോലെ ആയിട്ടോ. അതാ അനുവാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കേട്ടോ. അവളുടെ വക ഒരു എന്താ ബാർബി അല്ല, ടെഡി ബെയറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സെലിബ്രേഷനൊക്കെ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതാ കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അൻവിക്കുട്ടിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ ഒരു ഊഞ്ഞാല് അൻവിക്കുട്ടിയുടെ അമ്മായി കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അതുപോലെ വേറെ കുറേ ഊഞ്ഞാല്, പിന്നെ സൈക്കിള്, ഡ്രസ്സുകൾ, അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുപെണ്ണിന്. അത് കണ്ടില്ലേ, അതിലിരുത്തുമ്പോഴേക്കും ഒരു വഴിയായിട്ടോ. കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ. ഇത്തിരി നേരം കരയാതിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ വല്യമ്മയുടെ മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ വീട് അടുത്ത് തന്നെയല്ലേ, അപ്പോൾ അങ്ങോട്ടും വന്നു കേട്ടോ. പിന്നെ അവിടെ വന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതവരും അവിടെ തിരക്കല്ല, അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിച്ച ശേഷം ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയച്ഛനാണ്. പിന്നെ അതവിടെ അനുവും വലിയച്ഛനും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് കണ്ണം ചേച്ചിട്ട് സദ്യ ഉണ്ടല്ലോ, കണ്ണം ചേച്ചി വന്നില്ല കേട്ടോ. ഇങ്ങനെ ഫങ്ഷൻ കാര്യങ്ങൾക്കൊന്നും അധികം വരാറില്ല. അപ്പോൾ കണ്ണം ചേച്ചി വന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സദ്യ കഴിക്കില്ല, ചോറ് കഴിക്കില്ല, എപ്പോഴും ദോശയാണല്ലോ കഴിക്കണത്. അപ്പോൾ എനിക്ക് ദോശ മതി, ദോശ ഉണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു 3 ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാനും അനുവും കൂടി അവിടേക്ക് അനിയത്ര അവിടെ പോയിട്ടോ. പിന്നെ അത് അനിയനാണ് കേട്ടോ. അനിയൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വൈഫിന് വരാൻ പറ്റിയില്ല കേട്ടോ, അവൾക്ക് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവനും പിന്നെ ചെറിയച്ഛനും ചെറിയമ്മയും പിന്നെ അമ്മായിയൊക്കെയാണ് വന്നത് കേട്ടോ. ഷൊർണൂരിൽ നിന്ന് അവർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ പേരൊക്കെ പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ചോറ് മാത്രം ഒരിക്കൽ വീട്ടിൽ വെച്ചു. ഇപ്പോൾ കറികളെല്ലാം ബാക്കിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ എല്ലാവരും പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ വന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി വന്നു. ഏട്ടനാണെങ്കിൽ വീട്ടിലുണ്ട് കേട്ടോ. കണ്ണം ചേച്ചി പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഏട്ടന് ഫുഡ് അവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഴിച്ചിട്ട് ഏട്ടൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഏട്ടൻ ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാനപ്പോഴേക്കും ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് ഏട്ടനുള്ള ഫുഡും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്യ ഞാൻ പറഞ്ഞില്ലേ, കറികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ചോറ് മാത്രമേ തികയാണ്ട് വെച്ചുള്ളൂ കേട്ടോ. പിന്നെ സാമ്പാർ, പിന്നെ അവിയൽ, മസാലക്കറി, ഇഞ്ചിപ്പുളി, നാരങ്ങയില, മാങ്ങച്ചാറായിരുന്നു. പിന്നെ കൂട്ടുകറി, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ രാത്രി ഇന്ന് സദ്യ തന്നെയാണ് കേട്ടോ. പായസം സൂപ്പറായിരുന്നു കേട്ടോ. പാലട പായസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പാലട പായസം. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, ഐസ്ക്രീം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഒക്കെ അടിപൊളി, സൂപ്പർ ഹൈ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോസൊന്നും അധികം കിട്ടിയിട്ടില്ല, കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടിടാം കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് നമ്മളെല്ലാ ഫോട്ടോയും
ആഡ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുപെണ്ണിന് ഉറക്കം വന്നിട്ട് അത് അനിയത്തി അവൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുപെണ്ണിന് നല്ല ഉറക്കം ക്ഷീണം കേട്ടോ. ഒന്ന് ഇങ്ങനെ കരഞ്ഞും കൊണ്ട് കുറച്ച് നേരം കരയും, പിന്നെ ആൾക്കാർ വന്നും പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരിക്കണം കേട്ടോ. കുഞ്ഞുപെണ്ണ് കഴിക്കണമില്ല, നോക്കിയില്ലേ, ഉറക്കവും വരുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോസാണ് കേട്ടോ, നമ്മുടെ ബർത്ത്ഡേ ഫോട്ടോസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതാണ് കേട്ടോ ഇതൊക്കെ.